തായ്ലൻഡിൽ രാഷ്ട്രീയ പ്രതിസന്ധി. പ്രധാനമന്ത്രി പേറ്റോങ്ടാൻ ഷിനവത്രയെ ഭരണഘടനാ കോടതി പുറത്താക്കി. ധാർമ്മികത ലംഘിച്ചതിനാണ് നടപടി. 1 വർഷം മുൻപാണ് ഷിനവത്ര അധികാരത്തിലെത്തിയത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഷിനവത്ര. കംബോഡിയൻ രാഷ്ട്രീയക്കാരനായ ഹുൻ സെന്നുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ധാർമ്മികത ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. അതിർത്തി സംഘർഷങ്ങൾ രൂക്ഷമായ ജൂൺ 15-ന് മുൻ പ്രധാനമന്ത്രി ഹുൻ സെന്നുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് വിവാദമായത്. ഒരു കംബോഡിയൻ സൈനികന്റെ മരണത്തിലേക്ക് നയിച്ച അതിർത്തി ഏറ്റുമുട്ടലുകളിൽ സ്വന്തം സൈന്യത്തിന്റെ നടപടികളെ ഷിനവത്ര വിമർശിച്ചിരുന്നു. രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു. കോടതി വിധിക്ക് ശേഷം പാർലമെന്റ് പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുവരെ ഹൗസ് സ്പീക്കർ തീരുമാനിക്കുന്ന തീയതിയിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഫുംതം വെച്ചായചായിയും നിലവിലെ മന്ത്രിസഭയും സർക്കാരിനെ താൽക്കാലികമായി നിയന്ത്രിക്കും. 2 പതിറ്റാണ്ടുകളായി തായ്ലൻഡ് രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നെങ്കിലും സൈനിക യാഥാസ്ഥിതിക സ്ഥാപനങ്ങളുമായി ആവർത്തിച്ചേറ്റുമുട്ടിയിരുന്ന ഷിനവത്ര രാഷ്ട്രീയ രാജവംശത്തിന് ഈ തീരുമാനം മറ്റൊരു കനത്ത പ്രഹരമാണ്. ഭരണഘടന പ്രകാരം പ്രധാനമന്ത്രിക്ക് യോഗ്യതകളില്ലെന്നാണ് തായ്ലൻഡ് ഭരണഘടനാ കോടതി വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.